വെൽക്കം ബാക്ക് അവർ ചാനൽ. എല്ലാ കുട്ടികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ TV എന്നു പേരുള്ള ഒരു പട്കഥയാണ്. പട്കഥ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരക്കഥ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ പാഠത്തിൽ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഒരു ഡയറി, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പേജ് നമ്പർ 16 ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. डायरी लिखे, गोबू घर पहुंचा, वह यादों में खो गया, फिर डायरी लिखने लगा. लिखे ഗോബു की ഡയറി. നമ്മളോട് ഇവിടെ ഗോപുവിൻ്റെ ഡയറിയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് ആൻസർ നമുക്ക് ആദ്യം നോക്കാം. ഗോപുവിൻ്റെ ഡയറി. ആദ്യം ഒരു ഡേറ്റും സ്ഥലവും കൊടുക്കണം. ഇവിടെ 11 ജൂലൈ 2016 എന്നൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ സ്ഥലം കൊടുക്കണം. നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് പഹാഡ്പൂർ എന്നാണ്. അതുകൊണ്ട് ആ സ്ഥലത്തിൻ്റെ പേര് കൊടുക്കുക. ഇനി നമുക്ക് ഡയറി എഴുതാൻ തുടങ്ങാം. സബേരെ ജോ കിയ ടീക്ക് നെഹി ഹുവ. ഗോപുവിൻ്റെ ഡയറിയാണ് അല്ലേ. അപ്പോൾ ഗോപു എന്താ പറയുന്നത്? സബേരെ ജോ കിയ ടീക്ക് നെഹി ഹുവ. രാവിലെ എന്താണോ ചെയ്തത് അത് ശരിയായില്ല. ഗർസെ നിക്കൽത്തെ സമയ് ലല്ലു ഔർ ചുന്നിക്കോ TV ദിഖാനേക്ക് ആശാദി. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ലല്ലുവിനെയും ചുന്നിയെയും TV കാണിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. पर മനോഹർ ചാച്ചാക്ക ഘർ ഇത്തനാ ദൂർദ. പക്ഷേ മനോഹർ ചാച്ചയുടെ വീട് എത്ര ദൂരമാണ്. യഹ് ജാൻതാ നഹീദ. അതെനിക്ക് അറിയില്ലായിരുന്നു. ബേച്ചാരെ മേരി ബാത്തോം പർ വിശ്വാസ് കർ ഗയേ. പാവങ്ങൾ അവരെന്നെ വിശ്വസിച്ചു. മേരാ തോ ഏക് ഹി നിഷാൻ ദ ആൻറ്റിന. എനിക്ക് ഒരേ ഒരു അടയാളമേ ഉണ്ടായിരുന്നുള്ളൂ, ആൻറ്റിന. ലേക്കിൻ വഹാം തോ ഹർ കഹിം ആൻറ്റിന ദേ. പക്ഷേ അവിടെ എല്ലായിടത്തും ആൻറ്റിന കണ്ടു. മേ ക്യാ കരും. ഞാൻ എന്തു ചെയ്യും? ആകേസെ ഐസാ നഹീം കരൂങ്ക. ഇനി ഞാൻ ഇങ്ങനെ ചെയ്യില്ല. ഗർ വാലോംസെ കഹ്കർ ഹി കഹീം ജാവുങ്ക. വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ടാണ് ഇനി ഞാൻ എവിടേക്കും പോവുകയുള്ളൂ. യേ സോ ജമേല ചുപ്കേസെ നിക്കൽനേക്കാത. ഇതെല്ലാം ഒന്നും ഇനി ഒറ്റ കാര്യവും ഇതുപോലെ കള്ളത്തരമായിട്ടൊന്നും ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ഗോപുവിൻ്റെ ഡയറിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. അടുത്തത് പട്കഥാക്ക് ആധാർ പർ താലികാക്കി പൂർത്തീകരെ. നമ്മൾ പഠിച്ച തിരക്കഥയെ ആധാരമാക്കിയിട്ട് തന്നിട്ടുള്ള ബോക്സ് കംപ്ലീറ്റ് ചെയ്യാനാണ്, ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ ദൃശ്യം കൊടുത്തിട്ടുണ്ട്, പിന്നെ സ്ഥാൻ, സമയ്, ഘടന, പാത്രം. അപ്പോൾ ഓരോ സീനിലുള്ള കാര്യങ്ങൾ, ഓരോ ദൃശ്യത്തിലുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചേർക്കണം. അതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. ദൃശ്യം എന്നുള്ളിടത്ത് ഓരോ ദൃശ്യം 1, 2, 3 അങ്ങനെ നമ്പർ ഇട്ട് എഴുതണം. ഫസ്റ്റ് ദൃശ്യത്തിൻ്റെ അവിടെ ഗോബു കെ ഘർ കെ ബാഹർ കി കച്ചി സടക്ക്. സ്ഥാൻ എന്ന ഭാഗത്ത് നമ്മൾ ഗോപുവിൻ്റെ വീടിൻ്റെ പുറത്തെയുള്ള ആ റോഡ്. പിന്നെ സമയ് എന്ന് പറഞ്ഞെടുത്ത് ദുപഹർ 2 ബജെ, ഉച്ചയ്ക്ക് 2 മണി എന്ന് എഴുതാം. ഘടന TV ദിഖാനെ കെ ലിയെ ബച്ചോം കാ ചുപ്കെ സെ ഘർ സെ നിക്കൽന. TV കാണുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾ ആരോടും മിണ്ടാതെ പുറത്തേക്ക് പോകുന്നു. പാത്ര, അവിടെയുള്ള കഥാപാത്രങ്ങളുടെ പേര് ഗോബു, ചുന്നി, ഔർ ലല്ലു. അതുപോലെ രണ്ടാമത്തെ ദൃശ്യത്തിൽ സ്ഥാൻ പഹാഡ് കി പകിടണ്ടി, സമയ് ദോപഹർ കെ 3 ബജെ, ഘടന മനോഹർ ചാച്ചാ കി ഘർ കി ഔർ തീനോം കി യാത്ര. പാത്ര ഗോബു, ചുന്നി ഔർ ലല്ലു. ഇനി മൂന്നാമത്തെ സീനിൽ മനോഹർ ചാച്ചാ കെ ഘർ കാ കമര. മൂന്നാമത് നമ്മൾ കാണുന്നത് മനോഹർ ചാച്ചയുടെ വീടിൻ്റെ അകത്തെ റൂമാണ്. സബേരെ 8 ബജെ, രാവിലെ 8 മണി. പിന്നെ ഘടന TV पर 26 जनवरी के പരേഡ് ദിഖാന. അവിടെ നടക്കുന്ന കാര്യം എന്താണ്? TV-യിൽ ജനുവരി 26 റിപ്പബ്ലിക് പരേഡ് നടക്കുന്നു. പാത്ര മനോഹർ ചാച്ച, ഗോബു, ബാബ. അതുപോലെ നാലാമത്തെ ദൃശ്യം സ്ഥാൻ പഹാഡി സടക്ക്, സമയ് ഷാം 4 ബജെ, 4 മണിക്ക്. പിന്നെ ഘടന ബच्चे സടക്ക് പാർ കർത്തേ ഹേ, ഗാഡി ആത്തി ഹേ, ഡ്രൈവർ നാരാസ് ഹോത്താ ഹേ. അങ്ങനെ ഇതിങ്ങനെയാണിത് ഫിൽ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നത് നോക്കിക്കോളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പട്കഥാക്കി മൂൽ കഥ പന്ന 23 മേ ഹേ. ഈ പട്കഥയുടെ മൂലകഥ പേജ് നമ്പർ 23 കൊടുത്തിട്ടുള്ളത്.
പടേ കഹാനിക്ക് ഘടനാവും കോ ക്രമ സെ ലിഖേ. നമുക്ക് എന്താണ് ആ കഥയിലെ സംഭവങ്ങളെ ക്രമമായിട്ട് എഴുതണം. അതിൻ്റെ ആൻസർ നോക്കാം. ഇവിടെ ക്രമസംഖ്യ കൊടുത്തിട്ട് ഘടനകൾ ഓരോന്നും ക്രമത്തിൽ എഴുതണം. അപ്പോൾ ഒന്നാമത് ഗോപു ചുന്നി ഔർ ലല്ലു കാ ഘർ സെ ടി.വി. देखने निकलना. 2 गोबू और बाबा का मनोहर चाचा के घर में टीवी पर 26 जनवरी का परेड देखना. 3 चुन्नी से मखौड़ों का कसम खिलाना. 4 तीनों का बस के सामना पढ़ना और ड्राइवर को गुस्सा आना. അതുപോലെ 5, 6, 7, 8, 9 അങ്ങനെ 10 സീനാണുള്ളത്. 10 സീൻ ഇവിടെ ഓർഡർ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പട്കഥ ഔർ കഹാനിക്ക് തുലന കരെ ഔർ ടിപ്പണി ലിഖേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. തിരക്കഥയും കഥയും താരതമ്യം ചെയ്ത് കുറിപ്പെഴുതാമെന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. പട്കഥ കഹാനി സെ ഭിന്നു ഹോത്തി ഹേ. തിരക്കഥ കഹാനിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. ലേക്കിൻ പട്കഥ കെ ലിയേ ഏക് കഹാനി കി സറൂരത്ത് ഹേ. എന്നാൽ തിരക്കഥയ്ക്ക് ഒരു കഹാനി ആവശ്യമാണ്. കഹാനി കെ ആധാർ പർ ഹി അക്സർ പട്കഥ ലിഖി ജാത്തി ഹെ. കഥ അനുസരിച്ചാണ് പട്കഥ എഴുതുന്നത്. इसमें संवाद और संवादों के बीच होने वाली घटनाओं व दृश्यों का विस्तृत ब्यौरा होता है. അതിൽ സംവാദം എന്ന് പറഞ്ഞാൽ സംഭാഷണവും പിന്നെ സംഭാഷണത്തിൻ്റെ ഇടയിലുണ്ടാവുന്ന ഘടനകളും വിവരണങ്ങളും ദൃശ്യങ്ങളൊക്കെ വിസ്തൃതമായിട്ട് കൊടുക്കും. കഹാനിക്കോ ജോ ക്രമ ഹോത്താ ഹേ. കഥയ്ക്ക് ഒരു ക്രമമുണ്ട്. കബി കബി പട്കഥാമേ ഉസെ അലഗ് ടങ് സെ ദർശായ ജാത്ത ഹേ. പട്കഥയിൽ അതിനെ വേറെ രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. കബി ഫ്ലാഷ് ബാക്ക് കെ രൂപമേയും, അതായത് ചില ഫ്ലാഷ് ബാക്കിൻ്റെ രൂപത്തിലാണ് തിരക്കഥയിൽ അത് കൊടുക്കുക. കഹാനി കെ സംവാദ് സെ പട്കഥ കെ സംവാദ് ഭിന്ന ഹോത്ത ഹേ. കഥയിലെ സംഭാഷണത്തിൽ നിന്നും പട്കഥയിലെ സംഭാഷണം വ്യത്യസ്തമാണ്. ദൃശ്യ കാ വിവരൺ അക്സർ വർത്തമാൻ കാൽ മേ ലിഖാ ജാത്താ ഹേ. ദൃശ്യത്തിൻ്റെ വിവരണം നമുക്ക് വർത്തമാനകാലവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് എഴുതാറ്. ഇസ്മേ ചാൽ ചലൻ ഏവം ദൃശ്യ കാ വിവരൺ ബി അലഗ് ടങ് സെ രഹത്താ ഹേ. അപ്പോൾ ഇതാണ് ആ കുറിപ്പ്. ടിപ്പണി എഴുതാനായിട്ട് നമ്മുടെ ടെക്സ്റ്റിലുള്ള ചോദ്യത്തിൻ്റെ ആൻസർ ഇതാണ്. ഇനി നമുക്ക് നമ്മുടെ ആ ചാപ്റ്ററിൽ തന്നെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാം. ഒന്ന്, കസം ഖാന സെ ക്യാ മത്ലബ് ഹേ. ആണയിടുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? കസം ഖാന എന്ന് പറഞ്ഞാൽ ആണയിടുക, അതിൻ്റെ അർത്ഥം എന്ത്? ആൻസർ കസം ഖാന കാ മത്ലബ് ഹേ സത്യ കാ പ്രൺ കർണ. സത്യം ചെയ്യുക. നെക്സ്റ്റ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, गोबू के इलाके में टीवी नहीं आता था. इसके क्या कारण हो सकता है? ഗോപുവിൻ്റെ പ്രദേശത്ത് TV സിഗ്നൽ ലഭിച്ചിരുന്നില്ല. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാകാം? ആൻസർ നോക്കൂ. വഹ് ഇലാക്ക ഭൗഗോളിക രൂപ സെ പിछड़ा हुआ था. ऐसे प्रदेशों में विकास देर से आता है. शायद शासक वर्ग इस इलाके को अनदेखा कर रहा होगा. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഗോപു കോ TV का कार्यक्रम जादू सा लगा क्यों? ഗോപുവിന് TV പരിപാടികൾ മായാജാലം പോലെ തോന്നി. എന്തുകൊണ്ട്? ആൻസർ ഗോപു പഹലെ പഹൽ TV ദേഖ് രഹാ ഹേ. ഗോപു ആദ്യമായിട്ടാണ് TV കാണുന്നത്. ഉസ്കി തക്നീക്കി ബാത്തോം സെ വഹ് അൻജാൻ ഹേ. TVയുടെ ഉള്ളിലെ ആ ടെക്നിക്കിനെ കുറിച്ചൊക്കെ അവന് അറിവില്ലായിരുന്നു. ഇസ്ലിയെ ഉസെ TV का कार्यक्रम जादू सा लगा. അതുകൊണ്ട് അവൻ അതൊരു മായാജാലം പോലെ തോന്നി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ചുന്നിക്ക് രൂവാസി ഹോനേക്ക ക്യാ കാരൺ ഹേ. ചുന്നി കരയുന്നത് പോലെ ആകാൻ കാരണമെന്ത്? ആൻസർ TV देखने के लिए घर से चुपके से निकलने दे. अब देर होने लगी थी. മനോഹർ ചാച്ച കാ ഘർ കഹീം ദിക്താ നഹീം ദ വഹ് ഡർ ഗയി. അതായത് TV കാണണമെന്ന ആഗ്രഹത്തോടെ വീട്ടിൽ നിന്നും മിണ്ടാണ്ട് ഇറങ്ങിയതാണ് ചുന്നി. ഇപ്പോൾ ഒരുപാട് നേരം വൈകി. മനോഹർ ചാച്ചയുടെ വീടാണെങ്കിൽ കാണാനുമില്ല. അതുകൊണ്ടാണ് ചുന്നി പേടിച്ചിട്ട് കരയാൻ തുടങ്ങിയത്. അടുത്ത ക്വസ്റ്റ്യൻ, മനോഹർ ചാച്ച കാ ഘർ പഹുഞ്ച് ജാനെ മേ ഗോപുക്കു ദിക്കത്ത് ഹുയി ക്യോ. മനോഹർ ചാച്ചയുടെ വീട് തിരിച്ചറിയുന്നതിൽ ഗോപുവിന് പ്രയാസമായി. എന്തുകൊണ്ട്? ആൻസർ
मनोहर चाचा का घर पहुंचाने के लिए गोबू के पास एक ही निशान था टीवी का ആൻറ്റിന. മനോഹർ ചാച്ചയുടെ വീട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഗോപുവിൻ്റെ കയ്യിലുള്ള ഒരേ ഒരു അടയാളം എന്ന് പറയുന്നത് ഒരു ടി വിയുടെ ആൻറ്റിന എന്ന കാര്യമാണ്. ലേക്കിൻ യഹാ സബി കെ ഘറും കെ ഛത് പർ ആൻറ്റിന ലഗ് ഹുവാ താ. പക്ഷേ അവിടെയുള്ള എല്ലാ വീടിൻ്റെ മേൽക്കൂരയിലും ആൻറ്റിന കണ്ടു. ഇസ്ലിയെ ഉസേ മനോഹർ ചാച്ചാക്ക ഘർ പഹ്ചാനെ മേ ദിക്കത്ത് ഹുയി. അതുകൊണ്ടാണ് മനോഹർ ചാച്ചയുടെ വീട് കണ്ടുപിടിക്കാൻ കഷ്ടപ്പാട് തോന്നിയത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ച് മീനിങ്സ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിഹാസ് എന്ന് പറഞ്ഞാൽ ചരിത്രം, കച്ചി സടക്ക് എന്ന് പറഞ്ഞാൽ ടാറ് ചെയ്യാത്ത റോഡ്, ദോപ്പഹർ കെ 2 ബജെ എന്ന് പറഞ്ഞാൽ 2 PM, പഹാടി ഇലാക്ക എന്ന് പറഞ്ഞാൽ കുന്നിൻ പ്രദേശം, ദൂർ ദൂർ തക്ക് ഫൈലെ എന്ന് പറഞ്ഞാൽ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന, കരീബൻ ഏകദേശം, ഉമ്ര വയസ്സ്, രാസ്ത വഴി, ഹാവി ലഗാന മറ്റുള്ളവരുടെ മേൽ നിയന്ത്രണമുള്ള, സമീൻ പർ ജുക നിലത്തേക്ക് കുനിയുക, കോഷിഷ് കർണ പരിശ്രമിക്കുക, മക്കോഡ ഒരു തരം പ്രാണി, പക്ഡാന പിടിപ്പിക്കുക, പ്യാര പ്രിയപ്പെട്ട, കസം ഖാന പ്രതിജ്ഞയെടുക്കുക, ചുപ്കേസെ ആരോടും പറയാതെ, ടോക്കിന ഇടയ്ക്ക് കയറി ഇടപെട്ട് സംസാരിക്കുക, ഹാത്ത് ജാഡ്ന കയ്യിൽ പൊടി തട്ടുക, ആകെ ബഡ്ന മുന്നോട്ടു നീങ്ങുക, പകിടണ്ടി ഒറ്റയടിപ്പാത, മെഹനത്ത് സെ പ്രയാസപ്പെട്ട്, സാമ്നെ വാലി മുന്നിലുള്ള, ചോട്ടി കൊടുമുടി പീക്ക്, ദിഖ്ന കാണപ്പെടുക, ഏക്ദം പൂർണ്ണമായും, ഇസ് തരഫ് ഇങ്ങോട്ട്, ഘുമാന കറക്കുക, ജാദു മാജിക്, ദോഡേ ഹി പക്കടേക പിടിക്കില്ല അത് കുറച്ചു പോലും കിട്ടില്ല പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ, യാദോമേ ഖോയാ ഹുവ പറഞ്ഞാൽ ചിന്തകളിൽ മുഴുകുക, പീച്ചെ പീച്ചെ ജാന പിന്നാലെ പോവുക, ടക്ടക്കി ലഗാക്കർ ദേക്കുക ഇമ വെട്ടാതെ നോക്കുക, ബഗൽമേ എന്ന് പറഞ്ഞാൽ അടുത്ത് ബിസൈഡ്, ജാങ്കിയ ദൃശ്യങ്ങൾ, കമൻട്രി ദൃക്സാക്ഷി വിവരണം, ലാൽ പ്രിയപ്പെട്ടവനെ, ഡിയർ സച്ച്മുഷ് വാസ്തവത്തിൽ, തേസീസെ ഫാസ്റ്റ് വേഗത്തിൽ, പാർ കർണ ക്രോസ് ചെയ്യുക, ഗഡ രഹ്ജാന നിന്നു പോവുക, ഗുസ്സേമേ കോപത്തോടെ, സിർ ബാഹർ നിക്കാൽന തല വെളിയിലിടുക, ജേംത്തെ ഹുയെ നാണിക്കുക, കസ്ബ ചെറുപട്ടണം, സബ്ജി മണ്ടി പച്ചക്കറി മാർക്കറ്റ്, ബീഡ് ആൾക്കൂട്ടം, പീച്ചെ രഹ്ജാന പിന്നിലായി പോവുക, ഡറി ഹുയി ഭയപ്പെടുക, വാപ്പസാന തിരിച്ചു വരിക, ടക്രാന കൂട്ടിമുട്ടുക, ജൽദിമേം വേഗത്തിൽ, സമ്പാലന സന്തുലനം നിലനിർത്തുക, റുവാസി ഹോക്കർ കരയുന്നത് പോലെ മുഖത്തോടെ, പീച്ചെ മുഡ്കർ പിന്നോട്ട് തിരിയുക, രോമത് കരയരുത്, ഡോണ്ട് ക്രൈ, തുമേ പതാ ഹേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോ, ബക്സേക്ക് അന്തർ ബന്ദ് ഹോന പെട്ടിക്കുള്ളിൽ അടച്ചിടപ്പെടുക, ഗലി സ്ട്രീറ്റ് യാദ് കർണ ഓർമ്മിക്കുക, ഡണ്ട വടി, ചെഹര ഉദർജാന മുഖം വിളറുക, ചത്ത് മേൽക്കൂര, ഹിമ്മത്ത് ഹാർന ടു ലോസ് കറേജ് അതായത് ആത്മവിശ്വാസം നഷ്ടപ്പെടുക, ബെഹദ് ഹതാശ ഹോന വളരെയധികം നിരാശരാവുക, ഹതാശ എന്ന് പറഞ്ഞാൽ നിരാശ, ഹം ഗോ ഗയേ ഹേ നമ്മൾക്ക് വഴി നഷ്ടപ്പെട്ടിരിക്കുന്നു, ദേർ ഷാം കാ സമയ സന്ധ്യാനേരം, ബീഡ് ജമാന ആൾക്കൂട്ടം, ചുപ് കരാന ശാന്തരാക്കുക, ഡരോ മത് പേടിക്കാതിരിക്കുക, ഉഡാലേന എടുത്തുയർത്തുക, അക്കേലെ തനിച്ച്,